പെരുമ്പാവൂരിൽ 19-കാരിയെ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിയെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പെൺകുട്ടിയെ അതിക്രൂരമായി ഇയാൾ മർദ്ദിച്ചവശയാക്കി. അതിനുശേഷം പെൺകുട്ടി മരിച്ചു എന്ന് കരുതി ആണ് അയാൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. ആ പെൺകുട്ടിക്ക് വൈദ്യസഹായം അടക്കം നിഷേധിച്ചു. ഇപ്പോഴും പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നതും. ഈ പെൺകുട്ടിയെ മാത്രമല്ല, പെൺകുട്ടിയുടെ അമ്മയെയും പല ഘട്ടങ്ങളിലും ഈ പ്രതി ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി ഉണ്ടായി ഇയാളുടെ സാന്നിധ്യം കാരണം. അതിനുശേഷം അമ്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബന്ധുവീടുകളിൽ താമസിക്കുകയായിരുന്നു. 19-കാരിയായ പെൺകുട്ടി, അതിജീവിത കൂടിയാണ് പെൺകുട്ടി. ആ പെൺകുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. സഹിൻ ആന്റണിയുടെ സഹിൻ, പ്രതിയെ എത്തിച്ചു, തെളിവെടുപ്പ് തുടങ്ങിയല്ലേ? അത് തന്നെയാണ്. പ്രതിയെ ഇപ്പോഴാണ് എത്തിച്ചത്. 10:30 ഇയാളെ ഇവിടേക്ക് എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അല്പനേരം മുൻപാണ് ഇയാളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഈ പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട വീട്ടിലേക്ക് പ്രതിയെ പോലീസ് കൊണ്ടുവന്ന് തെളിവെടുത്ത് പരമാവധി വേഗത്തിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസിന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. 5 ദിവസത്തേക്കായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ പ്രതിയെ ഇപ്പോൾ തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നിരിക്കുന്നതും പരമാവധി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലീസ് തീരുമാനിച്ചതും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിയുടെ മൊഴി പരിശോധിക്കുകയാണെങ്കിൽ ആ മൊഴിയിൽ തന്നെ പ്രതി പറയുന്നുണ്ട്, അന്ന് ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് പ്രതി ഇങ്ങോട്ടേക്ക് എത്തിയത്. 11 മണിക്ക് ഇവിടെ എത്തിയ പ്രതി പെൺകുട്ടിയെ തുടർച്ചയായി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇയാളുടെ മർദ്ദനം സഹിക്കവയ്യാതെയാണ് പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഷാൾ എടുത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് ഇയാൾ ഈ ഷാൾ അറുത്ത് നിലത്തിടുകയായിരുന്നു. ഇതോടെ നിലത്തേക്ക് വീണ പെൺകുട്ടി പിന്നീട് ആ പെൺകുട്ടിയെ ഒച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ അവരുടെ മൂക്കും വായും ചേർത്ത് പൊത്തിപ്പിടിച്ചു. ഇതോടുകൂടി പെൺകുട്ടിക്ക് ശ്വാസമെടുക്കാൻ കഴിയാത്ത സ്ഥിതിയായി മാറുകയും അവരുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ഇതോടെ പെൺകുട്ടി മരിച്ചു എന്ന് കരുതി താൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴി പോലീസ് ഒരു ഘട്ടത്തിൽ പോലും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ മറ്റെന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തി ഇയാൾ കടന്നു കളയാൻ ശ്രമിച്ചതാണോ എന്നുള്ളതാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും. ഏതായാലും പോലീസിന്റെ പരിശോധന ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഇയാളെ ഇവിടെ എത്തിച്ച് തെളിവെടുക്കാൻ തീരുമാനിച്ചതും. മുൻപ് 2 വർഷം മുൻപാണ് പ്രതി നിരന്തരമായി ഇങ്ങോട്ടേക്ക് തുടങ്ങിയതെന്നാണ് നാട്ടുകാരും പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ആ പെൺകുട്ടിയുടെ അമ്മ വീട്ടിലില്ല എന്ന കൃത്യമായി ഇയാൾ അറിഞ്ഞിരുന്നു. അന്ന് ഈ 11-ാം തീയതി ഇവിടെ ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി ഇവിടെ എത്തുകയും ആ ദിവസം ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല, പെൺകുട്ടിയും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ഇവരെ ശാരീരികമായി ബന്ധപ്പെടാൻ ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു. അത് പെൺകുട്ടി നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ഇവരെ ക്രൂരമായി ഇയാൾ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പ്രതി നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ മൊഴി പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടി പോലീസ് തിരയുന്നത്. ഇയാൾ 3 കേസിൽ പ്രതിയാണ്. മുൻപ് 2 ലഹരി മരുന്ന് കേസിലും ഒരു അടിപിടി കേസിലുമാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത്. മാത്രമല്ല ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ എന്നുള്ളതും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ പെൺകുട്ടിയെയും ഇയാൾ ലഹരി കൊടുത്ത് അടിമയാക്കിയിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ അല്ലെങ്കിൽ പോലീസിനോട് ഇയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് 2 വർഷം മുൻപ് പെൺകുട്ടിക്ക് നിരന്തരമായി ലഹരി മരുന്ന് കൊടുത്ത് ആ പെൺകുട്ടിയെ അടിമയാക്കി ഇയാൾ മാറ്റിയിരുന്നു. ഇതുപോലെ തന്നെ നിരവധി പെൺകുട്ടികളെ ഇയാൾ ലഹരി നൽകിയ ആ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വിശദമായി തന്നെ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് പെൺകുട്ടി ഇപ്പോഴുള്ളത്. ആ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് വെന്റിലേറ്ററിലാണ്. അതീവ ഗുരുതരമായി പെൺകുട്ടിയുടെ അവസ്ഥ തുടരുമ്പോഴും ഈ പറയുന്ന പ്രതി യാതൊരു വിധത്തിലുള്ള കുറ്റബോധമോ മറ്റു പ്രവൃത്തികളോ പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ഇയാളൊരു വലിയ ക്രിമിനൽ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്.
ഇപ്പോൾ വീട്ടിലേക്ക് ഇയാളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ തന്നെയാണ് ചോറ്റാനിക്കര CI മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നിന്ന് പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ഇയാളെ വിധേയമാക്കും. തുടർന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴെല്ലാം ഈ പ്രതിയാണോ ഇത് നടത്തിയത്, ഈ പ്രതി ഏതെങ്കിലും തരത്തിലുള്ള അപായപ്പെടുത്താൻ ഈ പെൺകുട്ടി അപായപ്പെടുത്തിയിട്ട് കടന്നു കളയാൻ ശ്രമിച്ചതാണോ എന്നുള്ളത് പോലീസിന് സംശയമുണ്ട്. ആ കാര്യം തന്നെയാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇയാൾ അതൊന്നും സമ്മതിക്കുന്നില്ല. പകരം ഇയാൾ പറയുന്നത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കഴുത്തറുത്ത് നിലത്തിടുകയും ആ കയററുത്ത് നിലത്തിടുകയും പിന്നീട് അവിടെ നിന്ന് ഒച്ചയുണ്ടാക്കാതിരിക്കാൻ വേണ്ടി മുക്കും വായും പൊത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. ഈ സമയത്ത് പെൺകുട്ടിയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇയാൾ മുക്കും വായും പൊത്തിപ്പിടിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് ശ്വാസം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. മറ്റൊന്ന്, ഇയാൾ വലിയ സംശയരോഗിയായിരുന്നു. പെൺകുട്ടിക്ക് മറ്റാരുമായി സംസാരിക്കാനുള്ള അനുമതി ഇയാൾ നൽകിയിരുന്നില്ല. ആരെങ്കിലിനോടും പെൺകുട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു രീതിയായിരുന്നു ഇയാൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്.